മമ്മൂട്ടി കമ്പനി അവതരിപ്പിക്കുന്നു കളങ്കാവൽ. ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ, ആദ്യമായിട്ട് ഒരു സിനിമ കണ്ടിട്ട് മമ്മൂക്കനെ തല്ലാനായിട്ട് തോന്നി പറഞ്ഞാൽ ഈ സിനിമൻ്റെ ക്ലൈമാക്സ് നടക്കുന്ന സമയത്ത് ഒരു 2 എണ്ണം മമ്മൂക്കയ്ക്ക് കൂടുതൽ കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇതിനപ്പുറത്ത് ചെയ്യണമെന്നൊരു തോന്നലെത്തി. ആ രീതിയിലുള്ള പെർഫോമൻസ് ആണ് മമ്മൂക്ക ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ സിനിമ പൊതുവെ മമ്മൂട്ടി അതുപോലെ വിനായകൻ ഈ 2 പേരെ മാത്രം ബേസ് ചെയ്തിട്ട് കാണിക്കുന്ന ഒരു പ്രത്യേകതരം മൂവിയാണ്. ഈ 2 പേർക്കാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കളങ്കാവൽ സിനിമയുടെ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ഡയറക്ടർ, റൈറ്റർ, സ്ക്രീൻ പ്ലേ ജിതിൻ കെ ജോസ് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല, നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ചില പ്രശ്നങ്ങളുണ്ട്, അതെന്താണെന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. പ്രൊഡ്യൂസർ മമ്മൂട്ടി കമ്പനി, അത് പിന്നെ വേറെ ലെവലാണ്. കാര്യം മറ്റൊന്നുമല്ല, വെറൈറ്റികൾ തേടി പോവുകയാണ്. മുജീബ് മജീദ് മ്യൂസിഷ്യൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് നന്നായിട്ട് വർക്കായി. കാരണം ഇങ്ങനെ ഒരു ത്രില്ലിംഗ് സിനിമ കാണുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്. കാര്യം നമ്മളെ പിടിച്ചിരുത്താനായിട്ട് അതിന് ഒരുപാട് വലിയൊരു പങ്കുണ്ട്. എന്തായാലും അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു പ്രത്യേക ഫീലും പരിപാടിയും കാര്യങ്ങളൊക്കെ കിട്ടി. ഒരുപാട് മികച്ചതെന്ന് പറയില്ല, നല്ലതാണ്, അടിപൊളിയാണ്. അങ്ങനെ സിനിമയിലെ നടീനടന്മാരെ നോക്കുന്ന സമയത്ത് ഒരുപാട് പേരുണ്ട്. ഫസ്റ്റ് നമുക്ക് വിനായകൻ, അതിനുശേഷം ഒരുപാട് നടിമാരുണ്ട്. രജിഷ വിജയൻ, മാളവിക മേനോൻ, അങ്ങനെ അതിനുശേഷം ഒരുപാട് നടിമാരുണ്ട്, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പം നടന്മാരുടെ കാര്യം നോക്കി എടുത്തു പറയുകയാണെങ്കിൽ ജിബിൻ ഗോപിനാഥ്, ആ ഡേസിറെ എന്ന് പറയുന്ന ആ ഒരു സിനിമയിലുള്ള ആ ഒരു വ്യക്തി, കുഴപ്പമില്ല, അങ്ങനെയൊക്കെ വലിയ പെർഫോം ചെയ്യേണ്ട ആ ഒരു പരിപാടിയൊന്നും ഇതിലില്ല, ഈ സിനിമയിലില്ല. കൊടുത്ത ക്യാരക്ടർ വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് മാത്രം. ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം. ഓക്കെ, മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ വേറൊരു ലെവൽ ആക്ടിംഗ് ആണ്. അതായത് ഈ ഒരു സിനിമയിൽ നെഗറ്റീവ് റോൾ ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നെഗറ്റീവ് റോള്, അതുപോലെ സസ്പെൻസ്, ത്രില്ലർ എന്നൊക്കെ പറയുന്ന സമയത്ത് ആദ്യം തന്നെ മൂപ്പറിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ്, ക്യാരക്ടർ എന്താണ് എന്നുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അവർ തുറന്നു വിടുന്നുണ്ട്. വലിയൊരു സസ്പെൻസ് ആയിട്ടൊന്നും പിടിച്ചു നിർത്തുന്നില്ല. പക്ഷേ സസ്പെൻസ് വേറെ 1-2 കാര്യങ്ങളിലാണ് ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ആരാണ് ഈ പറയുന്ന പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന വ്യക്തി എന്നുള്ള കാര്യം ആദ്യം തന്നെ തുറന്നു വിടുന്നത് കൊണ്ട് ഈ സിനിമയിൽ നമ്മൾ എന്തുകൊണ്ട് പിന്നീട് കണ്ടിരിക്കണം. കാരണം ആരാണ് ഈ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ എന്തുകൊണ്ട് കണ്ടിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്റർവെല്ലിന് അവിടെ നിന്ന് അങ്ങോട്ടാണ് നമുക്ക് മനസ്സിലാവുക. കാര്യം മമ്മൂക്കനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക പേടി തോന്നും. ഓക്കെ, ഈ സിനിമയുടെ ഒരു പോരായ്മ എന്ന് പറയുന്നതും ആദ്യം ഇത് റിവീൽ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. കാര്യം ഫസ്റ്റ് ഹാഫ് എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ നമുക്കിത് എന്തിനാണ് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം സിനിമയിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വന്ന് പോകുന്നുണ്ട്, ഇത് എവിടേക്കാണ് പോകുന്നത്, എവിടെയാണ് എൻഡ് ആവുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ ഇന്റർവെല്ലിൻ്റെ കുറച്ച് മുമ്പ് നമുക്ക് കാര്യം വ്യക്തമാവും, എന്താണ് ഇനി നടക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ നമ്മളെ ആ ഒരു പിടിച്ചിരുത്താനുള്ളത് എന്താണ് ഇനി കാണിക്കാൻ പോകുന്നതെന്ന് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. കാര്യം എന്താ വെച്ചാൽ ഒരു പേടി തോന്നും നമുക്കിനെ കാണുന്ന സമയത്ത് തന്നെ ഒരു പ്രത്യേക പേടി തോന്നും. സത്യത്തിൽ മമ്മൂട്ടിയെ പോലൊരു നടനെ ഈ രീതിയിൽ കാണാനായിട്ട് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. മുമ്പ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് നായക കഥാപാത്രങ്ങൾ കണ്ടതുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പോൾ ഈ പറയുന്ന ബ്രഹ്മയുഗം വന്നപ്പോൾ പോലും എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അതിലും ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആണെങ്കിലും എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഇതിൽ നമുക്ക് എന്തോ ഒരു വല്ലാത്തൊരു വെറുപ്പും ദേഷ്യവും അദ്ദേഹത്തോട് തോന്നും. ആ രീതിയിലുള്ള ഒരു ആക്ടിംഗ് ആണ്, ആ രീതിയിലുള്ള ഒരു റോളാണ്, ക്യാരക്ടറാണ്. വിനായകൻ എന്ന് പറയുന്ന നടൻ, അദ്ദേഹം ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ്. വളരെ വളരെ നാച്ചുറലായിട്ട്, സിമ്പിളായിട്ട്, പ്രത്യേകിച്ച് യാതൊരു ബിൽഡപ്പും ഇല്ലാണ്ട് വളരെ നോർമലായിട്ട് വന്ന് കേസുകൾ അന്വേഷിക്കുന്ന, സാധാരണ കേസ് അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ പോലെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ബ്രില്യൻസ് ഉണ്ടെങ്കിലും ഒരു സാധാരണ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, അതിനപ്പുറത്തേക്ക് ഒരു സൂപ്പർ നാച്ചുറൽ പവറോ അങ്ങനെ അധികമായിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊന്നും അല്ല. അദ്ദേഹത്തിന് കൊടുത്ത റോള് വൃത്തിക്ക് മെനക്കി നല്ല നീറ്റ് ആൻഡ് വെടിപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. മമ്മൂക്ക എന്ന് പറയുന്ന നടനാണ് എപ്പോഴും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ഈ സിനിമയിൽ ഞാൻ പറഞ്ഞില്ലേ, ഇന്റർവെല്ലിന് ശേഷം മമ്മൂക്കയുടെ ഓരോ പ്രസൻസും നമ്മളെ വല്ലാതെ അസ്വസ്ഥരാക്കും. അത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ മികവ് കൊണ്ടൊക്കെ തന്നെയാണ് എന്ന് പറയുമെങ്കിലും നമ്മൾ ആ ഒരു രീതിയിൽ തിയേറ്ററിലെ മമ്മൂക്കനെ കാണുന്ന സമയത്ത് വല്ലാതെ ഡിസ്റ്റർബ് ആവുന്നുണ്ട്. ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. ഓക്കെ ആണ്. പക്ഷെ എന്നാലും എനിക്കതങ്ങൾ ഉൾക്കൊള്ളാൻ ഒരുപാട് ബുദ്ധിമുട്ട്. ഫൈനലി ഈ സിനിമയുടെ ഒരു ക്ലൈമാക്സിനോട് എടുക്കുന്ന സമയത്ത് ഒരു ചെറിയ ഫൈറ്റ് സീൻ മാത്രമേ ഉള്ളൂ, വലിയ ഫൈറ്റും പരിപാടിയൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഫൈറ്റിൽ എനിക്ക് പേഴ്സണലി തോന്നിപ്പോയി, വിനായകനോട് പറയണം 2 അടിയും കൂടി കൂടുതൽ കൊടുക്ക്, ഇങ്ങനെയല്ല കൊടുക്കേണ്ടത്, കുറച്ചുകൂടെ കനത്തിൽ കൊടുക്ക്, കുറച്ചുകൂടെ കൂടുതലായിട്ട് ചെയ്യുമെന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു തരം ആക്ടിങ്. ഈ സിനിമ ഫസ്റ്റ് മുതലേ ത്രില്ലിംഗ് ആണോ, നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് മുതലേ ത്രില്ലിംഗ് പരിപാടിയൊന്നും അല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ആദ്യം തന്നെ റിവീൽ ചെയ്തു, ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇന്റർവെല്ലിന് തൊട്ട് മുമ്പ് ചെറിയൊരു സസ്പെൻസ് പൊട്ടിക്കുന്നു. ആ സസ്പെൻസ് എനിക്ക് വലിയൊരു സസ്പെൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ
അതിൽ ആ ഒരു ഭാഗങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് ഏകദേശം മനസ്സിലായി ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. കാരണം ഓരോ പെർട്ടിക്കുലർ വേർഡ്സ് എടുത്ത് അതിലെ ക്യാരക്ടേഴ്സ് പറയുന്ന സമയത്ത് നമുക്ക് തോന്നും എന്തോ ഇവിടെ ഒരു സ്പെഷ്യൽ സംഭവിക്കാൻ പോകുന്നു, അത് ഇന്നതായിരിക്കും നമുക്ക് തോന്നും. എല്ലാവർക്കും തോന്നുമെന്ന് അറിയില്ല, എന്തായാലും എനിക്ക് മനസ്സിലായായിരുന്നു ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അത് ആദ്യമുള്ളേ ഒന്നും മനസ്സിലായില്ല, പക്ഷേ ആ ഒരു ഇന്റർവ്യൂവിനോട് തൊട്ടൊരു കുറച്ച് മുമ്പ്, ഇത് റിവീൽ ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് എനിക്ക് മനസ്സിലായി ഇങ്ങനെ സംഭവിക്കാനായിരിക്കും ചിലപ്പോൾ സാധ്യത എന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. അതിനുശേഷം ഈ ഒരു ക്യാരക്ടറിലെ, അതായത് എങ്ങനെ പറയാം, ഇതിനൊരു റീസൺ പറയുന്നുണ്ട് അല്ലെ. ഒരു സൈക്കോപാത്ത് ഇങ്ങനെ ഒരു പരിപാടി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ, ആ റീസൺ എനിക്ക് കൺവിൻസ് അല്ല. അത് തിരക്കഥയുടെ പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരിക്കാം, മേ ബി. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൈക്കോപാത്തിനെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് അതിനൊരു പ്രത്യേക റീസൺ കൊണ്ടുവച്ചതാണ് ഇതിൻ്റെ തിരക്കഥയിൽ. ആ റീസൺ എല്ലാ കാണികൾക്കും അത് കൺവിൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി അല്ല. എനിക്കതൊരു എന്തോ അതിന് വേണ്ടിയിട്ടൊരു ചുമ്മാ അങ്ങ് എഴുതി വെച്ച പോലെ. ഇപ്പം നമ്മൾ അഞ്ചാം പാതിര സിനിമ കാണുന്ന സമയത്ത് അതിലെ സൈക്കോപാത്തിൻ്റെ റീസൺ എന്താണ്, അവൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഒരു കൺവിൻസിങ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ബെഞ്ചമിൻ ലൂയിസ് അങ്ങനെ ചെയ്യുന്നത്, ഒരു കൺവിൻസിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ മമ്മൂക്കൻ്റെ കഥാപാത്രത്തിൻ്റെ ആ ഒരു ക്യാരക്ടർ ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് അത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കൺവിൻസ് ആയില്ല. അത് മാത്രം ഒരു പോരായ്മയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. ആക്ടിങ്ങും പരിപാടികളും സിനിമയുടെ ടെക്നിക്കൽ സൈഡും കാര്യങ്ങളൊക്കെ ഒന്നൊന്നര പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ മമ്മൂക്ക ഈ സിനിമ റിലീസാവുന്നതിന് മുമ്പ് പറഞ്ഞ ചില കാര്യങ്ങൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ സിനിമ കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ആ ഒരു ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സത്യമാണ്. മൂപ്പൻ്റെ ആ ഒരു ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ തന്നെ നിൽക്കും. അത് വല്ലാതങ്ങ് നിൽക്കും നമുക്ക്. എനിക്കെന്തോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, മമ്മൂക്ക ഈ ക്യാരക്ടർ എടുക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നൊരു കഥാപാത്രമായിരുന്നു. അത് സീരിയസ്ലി അങ്ങനെയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, എന്തോ എനിക്കതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ലാലേട്ടൻ്റെ സതയം എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോൾ അതിൽ ലാലേട്ടൻ ഒരുപാട് ക്രൂവലായിട്ട് പെരുമാറുന്ന ഒരുപാട് സീനുകളുണ്ട്. ഞാനത് പറയുമ്പോൾ എല്ലാവർക്കും ദഹിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അതിൽ നമ്മൾ ഒരിക്കലും കാണാത്ത ഒരു ലാലേട്ടൻ ആ സിനിമയിൽ, ഒരു പഴയ സിനിമയിൽ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിന് പോലും ലാലേട്ടൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക പരിപാടി, അതിൻ്റെ ഒരു റീസൺ ഉണ്ടായിരുന്നു. ആ സംഭവം, അതായത് കൺവിൻസ് ആക്കുന്ന ഒരു പരിപാടി ഇതിലില്ല. ഇതിൽ വില്ലൻ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ ശരിക്കും യഥാർത്ഥ വില്ലനാണ് അയാൾ പക്ക നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറാണ്. വിനായകൻ എന്ന് പറയുന്ന നടൻ അത് ജസ്റ്റ് അയാളുടെ ആ ഒരു ക്യാരക്ടറിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചില എക്സാമ്പിൾസും പരിപാടികളൊക്കെ ഈ ഒരു സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ അയാളുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഒരു ഓഫീസറിന്റെ മുമ്പിലാകെ. പക്ഷേ അതുപോലും നമുക്ക് കൺവിൻസ് അല്ല. എനിക്കത് മനസ്സിലാവില്ല, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് ക്രൈം സ്റ്റോറിയും പരിപാടിയൊക്കെ ചെയ്യുന്ന ഒരു ചാനൽ എനിക്ക് വേറെ ഉണ്ട്. പക്ഷെ എനിക്കിത് കൺവിൻസ് ആവുന്നില്ല. ആ റീസൺ ഒന്നും എനിക്ക് ഒരു ഇതായി തോന്നിയില്ല. പിന്നെ ഈ സിനിമയിലെ ഒരു ചെറിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്, പ്രശ്നം എന്ന് പറയുമ്പോൾ ആസ്വാദനത്തിനൊന്നും നമുക്ക് ബാധിക്കുന്നില്ല, പക്ഷെ എന്നിരുന്നാലും ഇതിൽ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. ആ കഥാപാത്രങ്ങളെല്ലാം തന്നെ അവർക്ക് പ്രത്യേകിച്ചൊരു ബാക്ക് സ്റ്റോറിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു പൂർണ്ണ രൂപമൊന്നുമില്ല. ഈ വ്യക്തി, ഈ സൈക്കോപാത്ത് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്പർ ഓഫ് ആക്ട്രസിനെ വെക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അതിലേക്കൊന്നും ഒരു പൂർണ്ണ രൂപം എത്തുന്നില്ല. സൈനഡ് മോഹൻ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ, ആ ഒരു വ്യക്തിയുമായിട്ട് ഈ സിനിമയിലെ മമ്മൂക്കയുടെ കഥാപാത്രത്തിന് എന്തെങ്കിലും സാമ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സാമ്യമുണ്ട് എന്ന് പറയേണ്ടി വരും. കാര്യം അതിൽ ഒരുപാട് കാര്യങ്ങൾ, സൈനഡ് മോഹൻ്റെ ഡോക്യുമെൻ്ററി ഫുള്ളായിട്ട് ഞാൻ വായിച്ചൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്കതിൽ ഒരുപാട് കാര്യങ്ങൾ, സത്യത്തിൽ ഒരു 40-50% അതിൽ ഈ സിനിമയിൽ ഇൻവോൾവ് ആണ്. സൈനഡ് മോഹൻ്റെ ആ ഒരു ക്യാരക്ടറുമായിട്ട്, അദ്ദേഹം ചെയ്ത പ്രവർത്തികളായിട്ട്, ആ ക്രിമിനൽ ചെയ്ത പ്രവർത്തികളായിട്ട് മമ്മൂക്കയുടെ ക്യാരക്ടർ ചെയ്യുന്ന ഒരുപാട് സാമ്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും റിവീൽ അല്ല കേട്ടോ. ഇതൊന്നും ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഇതൊരു ശിവൻ എന്തൊക്കെ പറഞ്ഞൊന്നും തോന്നില്ല. കാര്യം ഈ സിനിമയുടെ സ്റ്റാർട്ടിങ് തന്നെ ഇതെല്ലാം കാണിച്ചു വരുന്നുണ്ട്. അത് വലിയൊരു സസ്പെൻസും പരിപാടിയൊന്നുമല്ല. സസ്പെൻസ് വേറെ ചില കാര്യങ്ങളിലാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു മിസ്റ്റേക്ക് കൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ കാരണം, ഒരു സൈക്കോപാത്ത് ആയിക്കോട്ടെ, ഒരു ക്രിമിനൽ ആയിക്കോട്ടെ, പക്ഷേ അയാൾ ഒരു പരമ്പരയായിട്ടുള്ള ഓരോരോ ഇതുപോലുള്ള മർഡർ ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുക എന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്തു വരുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളുടെ പുറകിൽ പോലീസുകാരുണ്ട് എന്നൊരു കോൺസെപ്റ്റാണ്. അത് അയാൾക്ക് നല്ല രീതിയിൽ വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ അറിയുന്ന വ്യക്തി അതിനൊരു ബ്രേക്ക് എടുക്കുകയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു ഈ സിനിമയുടെ സ്റ്റോറി അങ്ങനെ ആയിരിക്കും പോകുന്നത്, വാട്ടെവർ എന്തോ ആയിക്കോട്ടെ, പക്ഷേ തൻ്റെ പുറകിൽ ഇത്രയും അടുത്തുണ്ട് എന്നറിഞ്ഞിട്ടും അയാൾ എന്തോ നന്നായിട്ട് വിശന്നിട്ട് ഭക്ഷണം കിട്ടാതെ വീണ്ടും കഴിക്കണം എന്ന രീതിയിൽ ഈ ഒരു പരിപാടി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുന്ന സമയത്ത് നമുക്ക് തോന്നാം. കാരണം എന്തിനു വേണ്ടി വീണ്ടും ഇത് കൃത്യമായിട്ട് തൻ്റെ അടുത്തേക്ക് എത്തി പോലീസുകാരെന്ന് അറിഞ്ഞിട്ടും ഈ പ്രവൃത്തി എന്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനൊരു ഗ്യാപ്പ് എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നൊരു തോന്നൽ ഒരു പ്രേക്ഷകൻ എന്ന രീതിക്ക് വരാം. ബിക്കോസ് അയാളുടെ അടുത്തേക്ക് പോലീസ് എത്തിയെന്ന് അയാൾക്ക് വ്യക്തമായിട്ട് അറിയാം.
ഏകദേശം ആ രീതിയിലൊക്കെയാണ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയുമ്പോഴും അയാൾ ഇതിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും മമ്മൂട്ടിയുടെ ഗംഭീരമായിട്ടുള്ള ഭീകരമായിട്ടുള്ള ആ ഒരു അഭിനയ മികവ് എന്താണെന്ന് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം അയാൾ ഈ കഥാപാത്രം ചെയ്യുന്നത് എത്രമാത്രം നമ്മളെ പ്രേക്ഷകരെ അത് എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കണ്ടു തന്നെ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം അത് ഒരു പ്രത്യേകതരം എക്സ്പീരിയൻസ് ആണ്. മമ്മൂക്കിയുടെ ആ ഒരു ഡിഫറെൻറ്റ് ഇമേജ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഒരു വല്ലാത്തൊരു രീതി. ഓക്കെ, അടിപൊളി പെർഫോമൻസ് ആണ്. ഞാൻ സിനിമയെ മൊത്തത്തിൽ കുറ്റം പറഞ്ഞു എന്നല്ല കേട്ടോ. അതിൽ തിരക്കഥയ്ക്ക് ചില പോരായ്മകൾ ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ നമുക്ക് കൺവിൻസ് ആവാത്ത ചില കാര്യങ്ങൾ. പക്ഷെ ഇവരുടെ പെർഫോമൻസ് കൊണ്ട് അതൊന്നും നമ്മളെ ബാധിക്കുകയില്ല. ഈ സിനിമ ലാഗ് ആണോ, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു എഫക്റ്റ് കിട്ടില്ലേ, സിനിമയിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് കഴിയില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം പറ്റും, അതൊക്കെ ഓക്കെ ആണ്. പക്ഷെ എന്നിരുന്നാലും തിരക്കഥയിൽ ഉണ്ടായ ചില കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി തോന്നി എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ മറ്റൊരു സിനിമയുടെ റിവ്യൂമായിട്ട് വീണ്ടും കാണാം. ബൈ.